അങ്ങനെ വലിയ സത്യം പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, MRZ തൊപ്പി ബൈസെക്ഷൽ ആണ്. അതെ, തൊപ്പിക്ക് ആണുങ്ങളും പോകും പെണ്ണുങ്ങളും പോകും. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, തൊപ്പിയുടെ മുൻ കാമുകിയായിട്ടുള്ള ഫസ്മിന സാക്കിറിന്റെ ഒരു പെണ്ണിനെ സംബന്ധിക്കുന്ന രഹസ്യം പറയൂ. അത് കേട്ട് നിങ്ങൾ ആരും നെറ്റരുത്. കാര്യങ്ങളൊക്കെ എന്നോട് ഒരുപാട് റീസൺ പറഞ്ഞ റീസൺ എന്താണ്? പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയും, അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാട് തൊപ്പി ബൈസെക്ഷൽ ആണ്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. മോനെ, തൊപ്പിന്റെ പിള്ളേർ ഇത് കേൾക്കണ്ട. എല്ലാരും കൂടെ അടിച്ചു കയറി വരും. ബോധം ഇവരില്ലാത്ത പീക്കിരി പിള്ളേരാണ്. താനെന്റെ വില കളയോ? പക്ഷെ അന്വേഷിച്ച് വന്നപ്പോ ഇങ്ങനെ ഒന്നല്ല, ഇതൊന്നല്ലേ യഥാർത്ഥം. എന്താ? ഓക്കെ, അപ്പൊ ഫസ്മിന തന്നോട് നുണ പറഞ്ഞതാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അതായത് തൊപ്പി ബൈസെക്ഷൽ ആണെന്ന് ഫസ്മിന ലല്ലുവിനോട് കള്ളം പറഞ്ഞതാണെന്ന് അർത്ഥം. എന്നാലും തൊപ്പിയുമായി റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന് വേറെ എന്തൊക്കെ കാരണങ്ങൾ ഫസ്മിനക്ക് ലല്ലുവിനോട് പറയാമായിരുന്നു. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. അതൊന്നും പറയാതെ എന്തിനാണ് തൊപ്പി ബൈസെക്ഷൽ ആണെന്ന് പറഞ്ഞതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ശരിക്കും തൊപ്പി ബൈസെക്ഷൽ ആണോ? ഇനി നീ എങ്ങാനും പിന്നെ ഫസ്റ്റ് ഞങ്ങള് ഇന്റിമേറ്റ് ആവണേ, എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല അവളായിട്ട്. ഒരു ഫീലിങ്സ് എന്ന സംഭവം എനിക്ക് അവളെ ഒരു പാട്ടിലും നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉള്ള ഓപ്പൺ ആയിട്ട് പറയാലോ, ഒരു ബോഡി പാർട്ടിൽ നോക്കിയിട്ട് എനിക്കൊരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതിലോട്ട് എത്തിപ്പെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്രോക്ക് അറിയോന്ന് അറിയത്തില്ല, ബാങ് എന്നിട്ടൊരു മിഠായി ഉണ്ട്. അവള് ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് ജ്യൂസില് ഈ ബാങ് മിഠായി കലക്കിയിട്ട്, ജോയിന്റിന്റെ മിഠായിയാണ്, അത് കലക്കിയിട്ട് എനിക്ക് തന്നെ വളരെ മോശമായി എനിക്ക് തന്നിട്ട് ഞാൻ തലക്ക് എനിക്ക് എന്തോ മാതിരിയായിട്ട് അന്നാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവളായിട്ട് ഇന്റിമേറ്റ് ആണ്. അല്ല, ഈ ബാഗ് കലക്കി തരുന്ന സമയത്തെ ഇതിങ്ങനെ ഒരു സാധനമാണ്, ഇത് ഫസ്റ്റ് ടൈം ഒന്നും അല്ലല്ലോ, അത് അത്രയ്ക്ക് അറിയാതിരിക്കാൻ ലല്ലു പൊട്ടനായിരുന്നു. ആഹാ, കൊള്ളാം, നല്ല ഫ്രഷ് കഥ. ഹിന്ദി സീരിയല് പോലും തോറ്റുപോകും. എന്നാലും പലതരം വശീകരണ കഥകളും കേട്ടിട്ടുണ്ട്. ഈ കഞ്ചാവ് കൊടുത്ത് വശീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവതാരകൻ ചോദിച്ചത് തന്നെയാണ് എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത്. എന്താ മോനെ, നീ പൊട്ടനായിരുന്നോ പറഞ്ഞത്? അവളുടെ ഒരു ബോഡി പാർട്ടിനോട് പോലും യാതൊരുവിധ അട്രാക്ഷനും തോന്നിയിട്ടില്ല എന്നും നീ പറഞ്ഞു. അങ്ങനെയുള്ള നിനക്ക് കുറച്ച് കഞ്ചാവ് അകത്തേക്ക് വന്നപ്പോഴേക്കും അട്രാക്ഷൻ വന്നത് എങ്ങനെയാണ്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഇങ്ങനെയാണെങ്കിൽ നല്ല എളുപ്പമാണല്ലോ കാര്യങ്ങൾ. നമ്മൾ പ്രേമിക്കുന്ന ആൾക്ക് തിരിച്ച് നമ്മളോട് പ്രേമമില്ല എങ്കിൽ കുറച്ച് കഞ്ചാവ് അങ്ങ് കലക്കി കൊടുത്താൽ മതിയല്ലോ. ഞാൻ പോകുന്നു. പോട്ടെ, അമ്പി പോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, അവനോടൊന്നും തോന്നല്ലേ.